Students, last day we were dealing some of the details regarding the branding. We have discussed what are the major advantages of branding to the dealers and to the consumers and what are the characteristics of a good brand and all. So today we are moving on to the next one, that is a brand equity. What is meant by brand equity? What are the key elements and what is brand loyalty? These are to be discussed for today's lecture. Okay, so we can start our lecture with a brand equity. Brand equity, by the word equity we know that it is something related to the result. നമുക്ക് ഏറ്റവും കൂടുതൽ പേര് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ വാല്യൂസിനും അസറ്റിനും ലയബിലിറ്റീസിനെല്ലാം ഒരു വാല്യൂ കിട്ടുന്നതിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ്, ദാറ്റ് ഇസ് ദ ബ്രാൻഡ് ഇക്വിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ലിങ്ക്ഡ് ടു എ ബ്രാൻഡ്, its name, symbol that add to or substrates from the value provided by a product or services to a firm or to that firm's customers. എന്ന് വെച്ചാൽ അത് നമ്മുടെ ബ്രാൻഡിൻ്റെ എന്തെല്ലാം അസറ്റ്സും ലയബിലിറ്റീസ് എല്ലാം, അതേപോലെ അതിൻ്റെ പേര്, സിമ്പിൾ എല്ലാം എങ്ങനെ ആ പ്രൊഡക്റ്റിന് കുറച്ച് വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിനെയാണ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇപ്പം കമ്പനിക്ക് തന്നെ ഗുഡ് വിൽ ഉണ്ടാവാം, അതേപോലെ കുറേ അസറ്റ്സ് ഉണ്ടാവാം, നല്ല പേരുണ്ടാവാം. ഇതെല്ലാം ഒരു ഫേമിൻ്റെ പ്രൊഡക്ട്സിന്, അതേപോലെ ഫേമിൻ്റെ കസ്റ്റമേഴ്സിന് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ വാല്യൂവിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ആൻഡ് this can be simply told as the sum total of the values, assets and liabilities generated by a branded product over a period of time. That is, it's a sum total. നമ്മുടെ വാല്യൂസിൻ്റെ അസറ്റ്സിൻ്റെ ഒക്കെ ഒരു സം ടോട്ടലാണ്. അതിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ആൻഡ് the brand equity is important if we want to expand its product line. നമുക്കൊരു പ്രൊഡക്റ്റ് ലൈൻ, ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ലൈൻ എക്സ്പാൻഡ് ചെയ്യണം എന്നതുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ പുതിയ പുതിയ പ്രൊഡക്റ്റ് ലൈൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ലൈൻസിനുള്ളിലേക്ക് പുതിയ പ്രൊഡക്ട്സിനെ ഇൻക്ലൂഡ് ചെയ്യണം, ഇങ്ങനെയുള്ള ഡെപ്ത് കൂട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രാൻഡിൻ്റെ ഇക്വിറ്റി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ബ്രാൻഡിൻ്റെ ഇക്വിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സ് റെഗുലറായിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുള്ളൂ. അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ്, എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടുന്നു എന്നതുകൊണ്ട് മാത്രമാണ് കസ്റ്റമേഴ്സ് പിന്നെ നമ്മുടെ പ്രൊഡക്ട്സ് വാങ്ങുന്നത്, അല്ലേ? സോ ഓൾവേസ് ദ ബ്രാൻഡ് ഇക്വിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇഫ് യു വോണ്ട് ടു എക്സ്പാൻഡ് ദ product lines. So these are the main things that we want to know about a brand equity. It means that it is the set of asset and liabilities linked to a brand. അതിൻ്റെ പേരാവാം, സിമ്പിൾ ആകാം, അതെല്ലാം നമ്മുടെ പ്രൊഡക്റ്റിനും സർവീസിനും അതേപോലെ കസ്റ്റമേഴ്സിനും സം കൈൻഡ് ഓഫ് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. Okay, these means the marketing outcomes that accumulate to a product as a result of the name against the outcomes. Okay, or it can be given as the sum total of values, assets and liabilities generated by a branded product over a period of time. ഒരു പീരീഡ് ഓഫ് ടൈമിന് ശേഷം, ഇത്രയും നാൾ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് അതിന് ഓട്ടോമാറ്റിക്കലി ഒരു ബ്രാൻഡ് ഇവോൾവ് ആവും, അല്ലെങ്കിൽ ഒരു വാല്യൂ ഇവോൾവ് ആവും. അതിനെയാണ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയാം. ഇപ്പം നമ്മൾ ഡിസ്ഇൻഫെക്റ്റൻ്റ് എന്ന കാറ്റഗറി ഇത് നോക്കുമ്പോൾ തന്നെ, കാറ്റഗറി പ്രൊഡക്ട്സ് നോക്കുമ്പോൾ നമ്മളുടെ മനസ്സിലെ ഡെറ്റോൾ എന്ന പ്രൊഡക്റ്റിനൊരു വിലയുണ്ട്. നമുക്കറിയാം ഡെറ്റോൾ എന്തായാലും ഡിസ്ഇൻഫെക്റ്റൻ്റ് എന്നുള്ള കൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ ഡെറ്റോൾ യൂസ് ചെയ്യാം, എന്തിനും ഡെറ്റോൾ യൂസ് ചെയ്യാമെന്ന് നമ്മളുടെ മനസ്സിൽ എല്ലാവരുടെയും തോന്നിയിട്ടുണ്ടാവും. അതെന്താണ്, ആ ബ്രാൻഡ് ഇത്രയും നാളായിട്ട് നമ്മുടെ മാർക്കറ്റിൽ നിൽക്കുന്നതുകൊണ്ട് ആ ബ്രാൻഡിന് ഓട്ടോമാറ്റിക്കലി ഉണ്ടായൊരു ഇക്വിറ്റിയാണത്, ഓട്ടോമാറ്റിക്കലി ഉണ്ടായൊരു വാല്യൂ കാരണമാണ്. അപ്പോൾ ആ കസ്റ്റമേഴ്സ് പിന്നെയും നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങും. അതേപോലെ ഇപ്പോൾ ഡെറ്റോളിൻ്റെ തന്നെ പുതിയ പുതിയ പ്രൊഡക്റ്റ് ലൈൻസ് എക്സ്പാൻഡ് ചെയ്തെടുക്കുമ്പോൾ, പക്ഷേ പുതിയ സാനിറ്റൈസർ, ഡെറ്റോളിൻ്റെ എന്തെങ്കിലും കൈൻഡ് ഓഫ് സാനിറ്റൈസർ വന്നാൽ അത് നമ്മൾ വാങ്ങും. അതിൻ്റെ സോപ്പ് വന്നപ്പോൾ വന്നു, ഹാൻഡ് വാഷ് വന്നപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ബിക്കോസ് it becomes very easy if our brand is having a brand equity. That is, so next we want to see what are the key elements of a brand equity. ഒരു ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ടാവുന്നതിന് എന്തെല്ലാം എലമെൻറ്റ്സ് വേണ്ടിയിരിക്കണം, അല്ലെങ്കിൽ എന്തിനെയൊക്കെ ബേസ് ചെയ്താണ്. അപ്പോൾ ഡേവിഡ് ആക്കർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതിനെ ബ്രാൻഡ് ഇക്വിറ്റിന് 4 എലമെൻറ്റ്സ്, 4 കീ എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. വാട്ട് ആർ ദേ? 4 not 5 elements. They are brand loyalty, first one, then brand awareness, perceived quality, brand association and other proprietary brand assets like the patent, trademark, logo, etc. Okay, of which we can see the first one, brand loyalty. അപ്പോൾ brand loyalty ഒരു key element ആണ് brand equity എന്ന് നമുക്കറിയാം. What is brand loyalty? It is the measure of attachment that a customer has to a brand. ഒരു കസ്റ്റമറിന്
നമ്മളുടെ ബ്രാൻഡിനോടുണ്ടാവുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റിനെയാണ് ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറയുക. നേരത്തെ പറഞ്ഞ ഡെറ്റോളിൻ്റെ എക്സാമ്പിൾ തന്നെ, ഇപ്പോൾ ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഓരോ കസ്റ്റമേഴ്സിന് എനിക്ക് ആസ് എ പേഴ്സൺ എനിക്ക് കൂടുതൽ ഡെറ്റോളാണ് ഡിസിൻഫെക്റ്റൻ്റ് എന്നുള്ളത്, ബിക്കോസ് ഐ ആം ഹാവിങ് എ ബ്രാൻഡ് ലോയൽറ്റി ടുവേഴ്സ് ദാറ്റ് പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കലി വാങ്ങി അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലായി ഞാൻ അതിനോട് അഡിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ അതിനോട് അറ്റാച്ച്ഡ് ആണ്. അപ്പം ഞാൻ വേറൊരു ഡിസിൻഫെക്റ്റൻ്റ് കണ്ടാലും വേണ്ട, ഡെറ്റോൾ നല്ലതല്ലേ എന്ന് വെച്ച് നമ്മൾ ഡെറ്റോളിനെ തന്നെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതാണ് ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് or it reflects how likely a customer will be to switch to another brand, especially when the brand makes change either in the price or a product features. നമ്മൾ വേറൊരു പ്രൊഡക്റ്റിലേക്ക് മാറാതിരുന്നില്ലെങ്കിൽ എത്ര പ്രൈസിൻ്റെ വ്യത്യാസം വന്നാലും ഒക്കെ മാറാതിരിക്കുന്നത് ഒരു ബ്രാൻഡ് ലോയൽറ്റിയുടെ ലക്ഷണമാണ്. That is the first element of brand equity. Second element is the brand awareness. Brand awareness എന്ന് പറഞ്ഞാൽ consumers will repeatedly buy a familiar brand because they are comfortable with the brand. നോർമലി ഒരു അൺനോൺ ബ്രാൻഡ് വാങ്ങുന്നതിലും നമ്മൾ എപ്പോഴും നോൺ ആയിട്ടുള്ളൊരു ബ്രാൻഡിനെ വാങ്ങാനായിരിക്കും കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനൊക്കെ ഇഷ്ടം. അതെന്താണ്, കൺസ്യൂമേഴ്സിന് ആ ബ്രാൻഡിനെ പറ്റി അത്രത്തോളം അറിവുണ്ട്. അതാണ് ഈ ബ്രാൻഡ് അവെയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രാൻഡ് അവെയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റ് പിന്നെ കസ്റ്റമേഴ്സ് വാങ്ങുകയുള്ളൂ. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബ്രാൻഡ് ഇക്വിറ്റി കൂടി വരുള്ളൂ, ഓർ വി വിൽ ക്രിയേറ്റ് എ ബ്രാൻഡ് ഇക്വിറ്റി. ഓക്കെ, ദാറ്റ് ഇസ് എ സെക്കൻഡ് എലമെൻറ്റ്, ദാറ്റ് ഇസ് എ ബ്രാൻഡ് അവെയർനെസ്. തേർഡ് വൺ ഇസ് എ പെർസീവ്ഡ് ക്വാളിറ്റി. ഒരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ, ഒരു കൺസ്യൂമറിന് ആ പ്രൊഡക്റ്റ് അയാളുടെ ഉദ്ദേശത്തിനനുസരിച്ച് അയാളുടെ എക്സ്പെക്റ്റേഷൻസിന് മീറ്റ് ചെയ്തോ എന്നതാ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പെർസെപ്ഷൻ ആയിരിക്കും. അപ്പോൾ ആ പെർസീവ്ഡ് ക്വാളിറ്റി എന്താണ്, ഇപ്പം ഡെറ്റോൾ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വേണം ഡിസിൻഫെക്റ്റൻ്റ് എനിക്ക് മുറിവിന് യൂസ് ചെയ്യാം, ക്ലീൻ ആക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്, അത് അങ്ങനെയെല്ലാം ഉള്ളത് എൻ്റെ സ്വന്തം ഇഷ്ടമാണ്. ചിലപ്പം വേറൊരു കസ്റ്റമറിന് അങ്ങനെ തോന്നണമെന്നില്ല. He may not use it for cleaning or some kind of wounds എന്നൊന്നും യൂസ് ചെയ്യില്ല. ബട്ട് ഐ യൂസ് ഇറ്റ് ബിക്കോസ് ഐ ഹാവ് പെർസീവ്ഡ് ക്വാളിറ്റി. ഞാൻ അതിൻ്റെ പെർസീവ് ചെയ്തിരിക്കുന്ന ക്വാളിറ്റി ആ ബേസിലാണ്. അപ്പോൾ അങ്ങനെ ഒരു പെർസീവ്ഡ് ഓരോ കസ്റ്റമേഴ്സിനുണ്ടാവുന്ന ആ പ്രൊഡക്റ്റിനോടുള്ള പെർസീവ് ക്വാളിറ്റിയും ബ്രാൻഡ് ഇക്വിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എ തേർഡ് എലമെൻറ്റ് ഓഫ് ദ ബ്രാൻഡ് ഇക്വിറ്റി, ദാറ്റ് ഈസ് പെർസീവ്ഡ് ക്വാളിറ്റി. ഫോർത്ത് വൺ ഇസ് എ ബ്രാൻഡ് അസോസിയേഷൻ. ബ്രാൻഡ് അസോസിയേഷൻ എന്താ? It is a degree to which a particular brand is associated with the general product category in the minds of the customers. ഓരോ ബ്രാൻഡും അതിൻ്റെ പ്രൊഡക്റ്റ് കാറ്റഗറി ആയിട്ട് എങ്ങനെ ഇതായിട്ടുണ്ട്, കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കൺസ്യൂമർ ഉജാല വാങ്ങുന്നത് ലിക്വിഡ് ബ്ലൂ ആണത്, ഉജാല എന്നുള്ള പേരാണ് പക്ഷേ കസ്റ്റമേഴ്സ് വാങ്ങുന്നത് അല്ലേ. ആ ബ്രാൻഡ് ലിക്വിഡ് ബ്ലൂ ആണ്, നമ്മുടെ വെള്ള ഡ്രസ്സുകൾ മുക്കാൻ വേണ്ടി എടുക്കുന്ന സാധനം. അപ്പോൾ ഒരു ലിക്വിഡ് ബ്ലൂ വേണമെന്ന് പറയുന്നതിന് പകരം ഓട്ടോമാറ്റിക്കലി പറയുന്നത് എന്താണ്, ഉജാല വേണം എന്ന രീതിയിൽ പറയും. അതേപോലെ തന്നെയാണ് റെഫ്രിജറേറ്റർ. നമ്മൾ റെഫ്രിജറേറ്ററാണ് ശരിക്കും ഫ്രിഡ്ജ് എന്നൊരു കൺസെപ്റ്റ്, ഫ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പേരായിരുന്നു. റെഫ്രിജറേറ്ററാണ് നമ്മളുടെ നോർമൽ ഫ്രിഡ്ജ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഓട്ടോമാറ്റിക് നമ്മൾ എന്താ, ഒരു ഷോപ്പിൽ പോയി എന്ത് വാങ്ങാനാണ്, ഫ്രിഡ്ജ് വാങ്ങാൻ പോവുക എന്നാണ് പറയുന്നത്, റെഫ്രിജറേറ്റർ വാങ്ങാൻ പോവുക എന്ന് പറയുന്നില്ല. ബിക്കോസ് അതിൻ്റെ പേര് ആ പ്രൊഡക്റ്റായി മാറി, പ്രൊഡക്റ്റിൻ്റെ പേരാണ് നമ്മൾ ആ പ്രൊഡക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ഓരോ പ്രൊഡക്റ്റിൻ്റെ പേരിൽ നമ്മൾ ആ പ്രൊഡക്റ്റിനെ പറയുന്നതിനെയാണ് ബ്രാൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ. മെയിൻലി ഉജാല ഒരു മെയിൻ എക്സാമ്പിൾ, അതേപോലെയാണ് ഫ്രിഡ്ജും പറയുന്നത്. നമ്മൾ ഓരോന്നിൻ്റെ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് എന്ന് പറയാൻ പാടില്ല, ബിക്കോസ് ഫ്രിഡ്ജ് ഇസ് എ കമ്പനി നെയിം. ദിസ് ഇസ് കോൾഡ് ദ ബ്രാൻഡ് അസോസിയേഷൻ. ദാറ്റ് ഈസ് എ ഡിഗ്രി ടു വിച്ച് എ പെർട്ടിക്കുലർ ബ്രാൻഡ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ജനറൽ പ്രൊഡക്റ്റ് കാറ്റഗറി ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ കൺസ്യൂമർ. ഇറ്റ് ഈസ് കോൾഡ് ദ ബ്രാൻഡ് അസോസിയേഷൻ. ആൻഡ് അതർ ലാസ്റ്റ് വൺ ഇസ് അതർ പ്രൊപ്രൈറ്ററി ബ്രാൻഡ് അസെറ്റ്. വേറെ ബ്രാൻഡിൻ്റെ അസെറ്റുകളാണ് what are they, trademark, logo or symbols or patents. ഇതെല്ലാം അതർ ടൈപ്സ് ഓഫ് ബ്രാൻഡ് അസെറ്റ്സ് ആണ്. ഒരു ട്രേഡ് മാർക്ക് എങ്ങനെയാണ്, ബാക്കി കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ സെയിം പേരോ സെയിം സിമ്പിളോ ലോഗോ വെച്ചെടുത്താൽ അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ കമ്പനീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രാൻഡ് അസെറ്റായ ട്രേഡ് മാർക്ക് വന്നിരിക്കുന്നത്. സിമിലർലി പേറ്റൻറ്റ് ക്യാൻ പ്രിവെൻറ്റ് കോപ്പിയിങ് ഓർ ഇമിറ്റേഷൻ ഓഫ് എ ബ്രാൻഡ്. പേറ്റൻറ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ പ്രൊഡക്റ്റിനെ വേറൊരാൾക്ക് കോപ്പി ചെയ്യാനോ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് അനദർ proprietary brand asset. So these are the major key elements of a brand equity. What are they? Brand loyalty, brand awareness, perceived quality, brand association, and the other proprietary brand asset like patents, trademarks, and logo.
So we have discussed what is meant by brand equity and what are the key elements of brand equity. Now we are moving on to the brand loyalty. ഈ ബ്രാൻഡ് ഇക്വിറ്റി കൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്രാൻഡ് ലോയൽറ്റി. ബ്രാൻഡ് ലോയൽറ്റി എന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റിനോട് എത്ര അറ്റാച്ച്ഡ് ആണ് ഒരു എലമെൻ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചാണ് ബ്രാൻഡ് ലോയൽറ്റി എന്നാണ്. കീ എലമെൻറ്റിലെ ഫസ്റ്റ് വൺ ബ്രാൻഡ് ലോയൽറ്റി. അതാണ് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. സോ ബ്രാൻഡ് ലോയൽറ്റി ആസ് ഓൾവേസ് സെഡ് ഇറ്റ് ഈസ് ദ കൺസ്യൂമേഴ്സ് ഡിവോഷൻ ടു എ പെർട്ടിക്കുലർ ബ്രാൻഡ്. ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിലേക്കുള്ള ഡിവോഷൻ കൺസ്യൂമേഴ്സ് അത് തന്നെ എനിക്കത് മതി എന്ന രീതിയിൽ മാറുന്നതിനെയാണ് ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ബ്രാൻഡ് തന്നെ പിന്നെയും വാങ്ങാൻ. ഇപ്പോൾ ഒരു പേസ്റ്റ് വാങ്ങാൻ പോകുമ്പോൾ കോൾഗേറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ബ്രാൻഡ് ലോയൽറ്റി ഉള്ളൊരു കസ്റ്റമർ ആണെങ്കിൽ ഹി വിൽ ബൈ ഡെഫിനറ്റ്ലി ദ സെയിം പ്രൊഡക്റ്റ്. ഓൺ ഗോയിങ് ടു ദ ഷോപ്പ് ഹി വിൽ ജസ്റ്റ് ആസ്ക് ഫോർ ദ കോൾഗേറ്റ്. ഹി വോണ്ട് എ കോൾഗേറ്റ്. ജസ്റ്റ് ദാറ്റ് ഹി വിൽ ബി മെൻഷൻ, നോട്ട് അബൌട്ട് എ പേസ്റ്റ് എന്നായിരിക്കില്ല പുള്ളി മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ബ്രാൻഡ് ലോയൽറ്റി വെച്ചിട്ട് കോൾഗേറ്റ് വേണമെന്നാണ് പറയുന്നത്. Because it is a kind of brand association also. Okay, that is called brand loyalty. Then otherwise it can be defined as it is a degree of faithfulness of a consumer towards a particular brand. ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിലേക്ക് റിപ്പീറ്റ് പർച്ചേസ് ചെയ്യാൻ എന്തൊക്കെ മാർക്കറ്റിംഗ് പ്രഷർ വന്നാലും ആരെല്ലാം പുതിയ പ്രൊഡക്റ്റ് കോമ്പറ്റീവ് ബ്രാൻഡിൻ്റെ കുറച്ച് വിലയ്ക്ക് വിറ്റാൽ പോലും നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് ഈ പ്രൊഡക്റ്റ് മതി എന്ന രീതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഡിവോഷൻ അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ഇസ് നോൺ ആസ് ദ ബ്രാൻഡ് loyalty. And Philip Kotler, the father of marketing, has given 4 patterns of brand loyalty. 4 patterns ആണ് ബ്രാൻഡ് ലോയൽറ്റിക്ക് ഫിലിപ്പ് കോട്ട്ലർ തന്നിരിക്കുന്നത്. വോട്ട് ആർ ദേ? ഹാർഡ് കോഡ് ലോയൽസ് ഒരു ടൈപ്പിനെയാണ് ഹാർഡ് കോഡ് ലോയൽസ്. സെക്കൻഡ് സ്പ്ലിറ്റ് ലോയൽസ്, ഷിഫ്റ്റിംഗ് ലോയൽസ് ആൻഡ് സ്വിച്ചേഴ്സ്. ഇപ്പോൾ ലോയൽറ്റി തന്നെ 4 രീതിയിൽ 4 പാറ്റേൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. കൺസ്യൂമേഴ്സ് ചിലപ്പം ഏത് സമയത്തും എന്തവസ്ഥ വന്നാലും നമ്മൾ പ്രൊഡക്റ്റ് മാത്രമേ വാങ്ങുകയുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് ലോയൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവരെയാണ് നമ്മൾ ഹാർഡ് കോർ ലോയൽസ് എന്ന്, ഹാർഡ് കോർ ഫാൻസ് എന്നൊക്കെ പറയാറില്ലേ. എന്ത് വന്നാലും അയാൾ ഇപ്പോൾ ഒരു പൃഥ്വിരാജ് ഫാനാണെങ്കിൽ ഹാർഡ് കോർ ഫാനാണ്. ഏത് പുതിയ ആൾക്കാർ വന്നാലും ഹി വിൽ ഓൾവേസ് ബി ദ പൃഥ്വിരാജ് ഫാൻസ്. അതേപോലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ തന്നെ ഞാൻ വാങ്ങത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു പേസ്റ്റ് വാങ്ങാൻ പോയ കോൾഗേറ്റ് ഇല്ലെങ്കിൽ ഞാൻ വേറെ പേസ്റ്റ് വാങ്ങത്തില്ല എന്ന രീതിയിലാണെങ്കിൽ എന്നെ ഹാർഡ് കോർ ലോയൽസ് എന്ന കാറ്റഗറിയിലില്ല. അതർവൈസ് സെക്കൻഡ് പാറ്റേൺ ഓഫ് ദ ബ്രാൻഡ് ലോയൽറ്റി ഈസ് ദി സ്പ്ലിറ്റ് ലോയൽസ്. ഇപ്പോൾ സ്പ്ലിറ്റ് ലോയൽസ് എന്ന് വെച്ചാൽ നമുക്ക് 2-3 ബ്രാൻഡുകൾ കുഴപ്പമില്ലാത്ത രീതിയിൽ. ചിലപ്പോൾ എനിക്ക് ഞാൻ സോപ്പ് വാങ്ങാൻ പോകുമ്പോൾ എനിക്ക് 2-3 സോപ്പ് ലക്സോ പിയേഴ്സോ ഒരു ഡവ് ഈ 3 എണ്ണം ഏത് കിട്ടിയാലും ഞാൻ വാങ്ങും എന്ന രീതിയിലുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ സോ I will be I can be categorized into the split loyals. I will be splitting between these 3 categories. 3 brands ഡവ് ഉണ്ടെങ്കിൽ ഡവ് വാങ്ങും, പിയേഴ്സ് ഇല്ലെങ്കിൽ അത് അങ്ങനെ വാങ്ങും. അതല്ല അതിനെ കവിഞ്ഞ് വേറൊരു പ്രൊഡക്റ്റ് ഉള്ളെങ്കിൽ ചിലപ്പോൾ ഞാൻ വാങ്ങാതിരിക്കും. ഈ 3 എണ്ണത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. In that case I will be called a split loyal customer. Next one is the shifting loyals. ഷിഫ്റ്റിംഗ് ലോയൽസ് ഒരു ബ്രാൻഡിൽ നിന്ന് വേറൊരു ബ്രാൻഡിലേക്ക് മാറുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് കൺസ്യൂമേഴ്സ് ഹു മൂവ് ഫ്രം വൺ ബ്രാൻഡ് ടു അനദർ. ഒരു ബ്രാൻഡിൽ നിന്ന് അടുത്ത ബ്രാൻഡിലേക്ക് മൂവ് ചെയ്യാനൊരു ടെൻഡൻസി ഉള്ള കൺസ്യൂമേഴ്സ് ഉണ്ടാവും. അതില്ലെങ്കിൽ കുഴപ്പമില്ല, ഇതാണെങ്കിലും മതി, ഏത് കണ്ടാലും. ഇപ്പോൾ ഞാൻ പിയേഴ്സ് വാങ്ങാൻ പോയി, പക്ഷേ പിയേഴ്സ് ഇല്ലെങ്കിലും എന്നാൽ വേറെ ഏതാ ഉള്ളത്, എന്നാൽ അത് മതി എന്ന രീതിയിൽ വാങ്ങുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ ഷിഫ്റ്റിംഗ് ലോയൽ കസ്റ്റമേഴ്സ് എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ലാസ്റ്റ് വൺ ഇസ് സ്വിച്ചേഴ്സ്. സ്വിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു ബ്രാൻഡിനോട് ഒരു ലോയൽറ്റി ഉണ്ടാവില്ല. ഏത് ബ്രാൻഡ് കിട്ടിയാലും സോപ്പ് എന്ന മാത്രമേ കൺസെപ്റ്റ് ഉണ്ടാവുള്ളൂ. ഏത് സോപ്പാണെങ്കിലും വാങ്ങും എന്ന രീതി വരുന്നവരെ സ്വിച്ചേഴ്സ് എന്ന് പറയും. സോ ദീസ് ആർ ദ 4 patterns of the brand loyalty given by Philip Kotler. What are they? Hardcore loyals, split loyals, shifting loyals and the switchers. These are the 4 types of or 4 patterns of brand loyalty. Okay, so today we have discussed what is meant by brand equity. Adinde key elements discuss chedu, and one of the key elements like the brand loyalty was also discussed along with its patterns. Now we can move into what is meant by packaging and what are the major functions of packaging. ഇനിയുള്ള നെക്സ്റ്റ് സെഷൻ പാക്കേജിങ് അല്ലെങ്കിൽ പാക്കിംഗ് ആണ്. വാട്ട് ഈസ് മെൻ ബൈ പാക്കിംഗ്? പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആയിരിക്കും ഒരു മാർക്കറ്റിംഗ്. എന്ന് വെച്ചാൽ നമ്മൾ പാക്കിൽ കൂടെയാണ് ഓരോ കൺസ്യൂമേഴ്സിലേക്ക് ഒരു സൈലൻറ്റ് സെയിൽസ്മാൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ പാക്കേജിംഗ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ദി സയൻറ്റിഫിക് നോളജ് ഓർ ആർട്ടിസ്റ്റിക് ടാലൻസ് ഓർ ടെക്നോളജി ടു കവർ ദ പ്രൊഡക്ട്സ് ആസ് ടു പ്രിസർവ് ദം ഫോർ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറേജ്, സെയിൽ ആൻഡ് യൂസ്.
ഒരു സാധനം ഒരു പ്രൊഡക്റ്റിന് നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. അതിന് കുറേ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി വരും, കുറേ ദൂരങ്ങൾ കടന്നു പോകേണ്ടി വരും, ചിലപ്പോൾ സ്റ്റോർ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള പല സ്റ്റേജസിലൂടെ പോകുന്നുണ്ട്. ആ ഓരോ സ്റ്റേജസിൽ ആ പ്രൊഡക്റ്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അതിനൊരിക്കലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്. അങ്ങനെ ഇരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ കവർ ചെയ്യും. ഓരോ പ്രൊഡക്ട്സിനെ കവർ ചെയ്യുക. ആ കവർ എങ്ങനെയാണ് നമ്മൾ പാക്കേജിംഗ് എന്ന് പറയുന്നത്. WG Stanson has defined packaging as the general group of activity in product planning which involves the designing and produce the container or wrapper for a product. അതിൽ ഒരു wrapper ഉണ്ടാവണം. ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ wrapper വെച്ച് നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അത് പ്രോപ്പർലി ഡിസൈൻ ചെയ്ത് കൺസ്യൂമറിലേക്ക് എത്തിച്ചു. അതിനെയാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. പാക്കേജിംഗ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. പ്രൈമറി പാക്കേജ് ഉണ്ട്, സെക്കൻഡറി പാക്കേജ് ഉണ്ട്. പ്രൈമറി പാക്കേജ് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു കവറിങ് കൊടുക്കത്തില്ല. ഇപ്പം ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ചില ബിസ്ക്കറ്റ്സൊക്കെ വാങ്ങുമ്പോൾ, വലിയ പാക്കറ്റ് ബിസ്ക്കറ്റ്സൊക്കെ വാങ്ങുമ്പോൾ പല സെറ്റ് ഓഫ് പാക്കറ്റ്സ് അതിനുള്ളിൽ കാണും. അപ്പോൾ ഓരോ ബിസ്ക്കറ്റ് ഒരു റാക്ക് ഓഫ് ബിസ്ക്കറ്റ് ഉണ്ടാവും. 10-20 ബിസ്ക്കറ്റുകൾ ഒറ്റൊരു ട്രാൻസ്പെറൻറ്റ് കവറിൽ ഇട്ടിട്ടൊന്ന് കാണും. അതിന് നമുക്ക് പ്രൈമറി പാക്കേജ് എന്ന് പറയാം. ആ പ്രൊഡക്റ്റിനെ ജസ്റ്റ് ഫസ്റ്റ് കവറിങ് കൊടുക്കുന്നു. എന്നാൽ ഇതിന് ശേഷം നമ്മൾ അതിനെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ട് അതൊരു വലിയ കവറിലാക്കിയിട്ട് അതിലായിരിക്കും നമ്മൾ ലേബലിംഗ് ഒക്കെ ചെയ്യുന്നത്. ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റാണ് എന്ന രീതിയിലുള്ള ലേബലിംഗ് ഒക്കെ കൊടുക്കുന്നത്. അതിനെ നമുക്ക് സെക്കൻഡറി പാക്കേജ് എന്ന് പറയുന്നു. അപ്പോൾ പ്രൈമറി പാക്കേജുകളായ കുറേ പ്രൊഡക്റ്റ് ഗ്രൂപ്പ്സിനെ ഒരുമിച്ച് പാക്ക് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ സെക്കൻഡറി പാക്കേജിംഗ് എന്ന് പറയുന്നത്. സോ നോർമലി പ്രൈമറി പാക്കേജും ഉണ്ടാവും, സെക്കൻഡറി പാക്കേജും ഉണ്ടാവും. ഫസ്റ്റ് വൺ പ്രൊട്ടക്ഷൻ ആയിരിക്കും, സെക്കൻഡ് വൺ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ദീസ് ആർ ദി വാട്ട് ഈസ് മെൻ ബൈ പാക്കേജിങ് ആൻഡ് വാട്ട് ഈസ് എ പേർപ്പസ്. ചിലപ്പോൾ അത് ബോക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു റാപ്പർ ആയിട്ടോ അല്ലെങ്കിൽ കേസ് ആയിട്ടോ ഒരു ഡിസൈനർ അതിൽ ഡിസൈൻ ചെയ്തിട്ടായിരിക്കും ഇതിനെ കൊടുക്കുന്നത്. ആൻഡ് വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് പാക്കേജിങ്? ഫിസിക്കൽ പ്രൊട്ടക്ഷൻ ആസ് ഓൾവേസ് സെഡ്, അത് നമുക്ക് അറിയുന്നതാണ്. എല്ലാ ടൈപ്പ് മോയ്സ്ചർ കയറാതിരിക്കാൻ, എയർ കയറാതിരിക്കാൻ, മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെമ്പറേച്ചറോ മഴയോ ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഏത് കൈൻഡ് ഓഫ് ഡാമേജസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാക്കേജിൻ്റെ പ്രൈമറി ഫങ്ഷൻ, ദാറ്റ് ഇസ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ. സെക്കൻഡ് വൺ ഇസ് കണ്ടെയ്ൻമെൻറ്റ്. Containment means small objects usually contained in one packet for reasons of efficiency. ഒരു സിംഗിൾ ബോക്സ് 100 പേനയുടെ ഒരു സിംഗിൾ ബോക്സ് ലെസ് ഹാൻഡിൽ ചെയ്യാൻ സുഖമായിരിക്കും. 100 സിംഗിൾ പെൻസിൽസ് കയ്യിലുള്ളതിലും എത്രയോ സുഖമാണ് 100 പെന്നുള്ള ഒറ്റൊരു ബോക്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ കാണാറുണ്ട് 10-20 പേനകൾ ഒറ്റ സെറ്റായിട്ട് വിൽക്കാൻ വയ്ക്കുന്ന ഒരു ബോക്സിലാക്കിയിട്ട്. അപ്പോൾ അത് സുഖമാണ്, നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സുഖത്തിന് വേണ്ടിയിട്ട് we can do this packaging. Third one for information. നമ്മൾ കാണാറുണ്ട് പാക്കേജിൻ്റെ പുറത്ത് നിറയെ ഇൻഫർമേഷൻസ് ഉണ്ടാവും. ആ കമ്പനിയുടെ പേരുണ്ടാവും, അവരുടെ ലോഗോ ഉണ്ടാവും, അവരുടെ സ്ലോഗൻസ് ഉണ്ടാവും. ദെൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓർ സം ഓഫ് ദി ഫീച്ചേഴ്സ് റിലേറ്റഡ് ടു ദ പ്രൊഡക്റ്റ് വിൽ ബി ഗിവൺ. ഓൺ ബാക്ക് സൈഡിൽ വിൽ ബി ഗിവൺ വാട്ട് ആർ ദ വാർണിങ്സ്. ഇപ്പോൾ ചില പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഫയർ സേഫ്റ്റി, കീപ്പ് എവേ ഫ്രം ചിൽഡ്രൻ, കീപ്പ് എവേ ഫ്രം ഫയർ എന്ന രീതിയിൽ വാർണിങ്സ് ഉണ്ടാവും. ചില പ്രൊഡക്റ്റിലാണെങ്കിൽ ഇത് വെജിറ്റബിൾ കണ്ടൻറ്റിൽ നിന്ന് ഉണ്ടാക്കിയതാണോ നോൺ വെജിൽ നിന്നാണോ എന്ന് കാണിക്കാൻ റെഡ് ഓർ ഗ്രീൻ സിമ്പിൾസ് ഉണ്ടാവും. ഒരു ബോക്സിൽ ഒരു ഗ്രീൻ സർക്കിൾ ഓർ റെഡ് സർക്കിളായിട്ട് കാണാം. അതർവൈസ് ഇൻ ഓൾ ഇറ്റ് വിൽ ബി റിട്ടൺ ദ മാനുഫാക്ചറിങ് ഡേറ്റ്, ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ്, ഇതെല്ലാം മെൻഷൻഡ് ആയിരിക്കും. സോ എല്ലാ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസും നമ്മൾ പാക്കേജിലോ അല്ലെങ്കിൽ ലേബിൾസിലൂടെ പാക്കേജിലൊരു ലേബിളായിട്ടോ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിരിക്കും. ദാറ്റ് ഇസ് അനദർ ഫങ്ഷൻ ഓഫ് പാക്കേജിങ്. നെക്സ്റ്റ് വൺ ഇസ് പ്രൊമോഷൻ. എപ്പോഴും ഒരു പാക്കേജ് ഒരു സൈലൻറ്റ് സെയിൽസ്മാനാണ്. നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പാക്കേജിൽ അട്രാക്റ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ചെല്ലുന്നത്. എന്നിട്ട് ആ പാക്കേജ് മൊത്തത്തിൽ ഒന്ന് നോക്കിയിട്ട് അതിൽ വായിച്ചിട്ട് ഓക്കെ ഇത് നല്ല പ്രൊഡക്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും എന്ന രീതിയിൽ ആരും പറയാണ്ട് തന്നെ നമ്മൾ ആ പ്രൊഡക്റ്റ് ചിലപ്പോൾ വാങ്ങാം. സോ ദാറ്റ് ഈസ് ഇറ്റ് ആക്ട് ദ പാക്കേജിങ് ആക്ട് ആസ് എ സൈലൻറ്റ് സെയിൽസ്മാൻ ഇൻ സം കേസ്. അവർ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് മെസ്സേജസ് തരിക, നമ്മൾ വായിച്ച് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ചോയ്സ്. അതാണ് പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ സെക്യൂരിറ്റി. നോർമലി റിസ്ക്കുകൾ, ട്രാൻസ്പോർട്ടേഷൻ്റെ റിസ്ക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടെല്ലാം പാക്കേജിങ് ഇമ്പോർട്ടൻസ് ആണ്. ആൻഡ് ഓൾസോ ഫോർ കൺവീനിയൻസ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, സ്റ്റോറേജ് ചെയ്യുമ്പോൾ, ഹാൻഡിൽ ചെയ്യുമ്പോൾ, എല്ലാം സെയിൽ ചെയ്യുമ്പോഴൊക്കെ ഒരു കൺവീനിയൻസ് വേണം. നമ്മളൊരു ബോക്സിലായിട്ടൊരു സാധനം കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഈസി. അപ്പം 100 പേനകൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനോ ട്രാൻസ്പോർട്ട് ചെയ്യാനോ ഒക്കെ ഭയങ്കര പാടായിരിക്കും. എന്നിട്ട് ബോക്സായിട്ടാകുമ്പോൾ ഇറ്റ് ബിക്കംസ് ഈസിയാണ്. സോ അങ്ങനെ കൺവീനിയൻസിന് വേണ്ടിയിട്ടും പാക്കേജിങ് ചെയ്യും. സോ ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദ പാക്കേജിങ് ആർ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ, കണ്ടെയ്ൻമെൻറ്റ്, ഇൻഫർമേഷൻ, പ്രൊമോഷൻ, സെക്യൂരിറ്റി ആൻഡ് convenience. So these are the major functions.
അതേപോലെ ഒരു ഗുഡ് പാക്കേജിങ്ങിന് ഈ ഫങ്ഷൻസ് കേൾക്കുമ്പോൾ തന്നെ ഒരു നല്ല പാക്കേജിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. സോ വാട്ട് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് പാക്കേജ്? ഫസ്റ്റ്, ഇറ്റ് ഷുഡ് അട്രാക്ട് അറ്റൻഷൻ. ഇറ്റ് മസ്റ്റ് അട്രാക്ട് അറ്റൻഷൻ സീക്കർ ആയിരിക്കും. ഇപ്പോൾ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് കുട്ടികൾക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള കളേഴ്സിൽ നല്ല ബ്രൈറ്റ് കളേഴ്സ്, കുറച്ച് ടോയ്സിൻ്റെ പടമോ അല്ലെങ്കിൽ വല്ല കോമിക് ക്യാരക്ടേഴ്സിൻ്റെ പടമൊക്കെ വയ്ക്കുകയാണെങ്കിൽ കുട്ടികളെ അട്രാക്ട് ചെയ്യുക. അതുപോലെ ഒരു ഫീമെയിൽ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള ഇപ്പോൾ റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഒരു കേർവ്ഡ് ഷേപ്പൊക്കെ ഫീമെയിൽസിന് വിമൻസിന് ഇഷ്ടപ്പെടുന്ന മോഡൽസ് ആയിരിക്കും. അപ്പോൾ അതുപോലെ ഡിസൈൻ ചെയ്യുക. മെന്നിനാണെങ്കിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യുക. അങ്ങനെ ഓരോ കസ്റ്റമർ ബേസിനനുസരിച്ച് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ആരാണോ അതിനെ ബേസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റിനെ അട്രാക്റ്റീവ് ആക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ബിൽഡ് കോൺഫിഡൻസ്. ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു പാക്കേജ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് നല്ല പ്രൊഡക്റ്റാണ്, എനിക്കിത് ഉപയോഗം വരും എന്ന രീതിയിലൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ദെൻ ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് എ ഫാസ്റ്റ് സെല്ലർ. നല്ലപോലെ വിറ്റുപോകുന്നൊരു സാധനമാണ് അല്ലെങ്കിൽ നല്ല വാല്യൂ ഉള്ളൊരു സാധനമാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം പാക്കേജ്. ഓവറായിട്ട് അതിനെ അഡ്വർടൈസ് ചെയ്യാതെ അത് നല്ല സെയിൽ വരുന്നൊരു പ്രൊഡക്റ്റാണ് എന്ന ടേംസിലുള്ള പാക്കേജിങ് ആയിരിക്കണം. ദെൻ പ്രിഫേർഡ് ഡിസ്പ്ലേ. അതിന് പറയേണ്ട കാര്യങ്ങളെല്ലാം ആ പാക്കേജിൽ തന്നെ ഉണ്ടായിരിക്കണം. ഡിസ്പ്ലേയിലൂടെ നമുക്ക് അത് എന്താണ് നമ്മൾ ഒരു കസ്റ്റമേഴ്സിലേക്ക് അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം അതിൽ ഡിസ്പ്ലേഡ് ആയിരിക്കണം. നെക്സ്റ്റ്, കൺവീനിയൻറ്റ് ടു ദ സ്റ്റോക്ക് ആൻഡ് ഡിസ്പ്ലേ ചെയ്യാനും അതേപോലെ സ്റ്റോക്ക് ചെയ്യാനുമുള്ള സുഖമുള്ള രീതി പാക്കേജ് ചെയ്യണം. ഇപ്പോൾ പാക്കേജ് തന്നെ ഒരു ഓഡ് ഷേപ്പിലാണ് എങ്കിൽ ഇറ്റ് വോണ്ട് ബി സ്യൂട്ടബിൾ എന്നുവെച്ചാൽ നമുക്ക് പാക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതല്ല ഒരു ഫേവറബിൾ സൈസിലാണ് ഷേപ്പിലാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസിയാണ്. That is the next one. Then it should prevent spoilage. എല്ലാ കൈൻഡ്സ് ഓഫ് സ്പോയിലേജ് ചെയ്യുന്നു. ഇപ്പോൾ സെല്ലിംഗ് കുറേ നാളുകൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ സ്റ്റോർ ചെയ്യേണ്ടി വരും. ആ സമയത്തൊന്നും ഇതിനൊരിക്കലും ഡാമേജ് ഉണ്ടാവാത്ത രീതിയിലായിരിക്കണം ഒരു പാക്കേജ് ഉണ്ടാവേണ്ടത്. ദെൻ ഇറ്റ് ഷുഡ് ലുക്ക് ക്ലീൻ ആൻഡ് സേഫ്. എപ്പോഴും ക്ലീൻ ആയിട്ട് തോന്നണം. പാക്കേജ് ഒരിക്കലും പൊടി പിടിച്ച് അല്ലെങ്കിൽ ഡസ്റ്റി കളേഴ്സിലൊന്നും ആവരുത്. നല്ല ബ്രൈറ്റ് കളേഴ്സിൽ നല്ല ക്ലീൻ ആയിട്ട് തോന്നണം. അതേപോലെ സേഫ് ആയിരിക്കണം. ഒരിക്കലും അത് അൺസേഫ് ആണെന്ന് തോന്നുന്ന രീതിയിലാവരുത്. Last, convenient to the handle and use. It should be very convenient to handle and also to store and for use ചെയ്യാൻ സുഖമുള്ള രീതിയിൽ. ഇപ്പോൾ പാക്ക് ചെയ്ത ട്രാൻസ്പോർട്ടേഷന് മാത്രമേ സുഖമുള്ളൂ, അതല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അതൊരു സുഖമില്ലല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് കുടിക്കേണ്ട ഡ്രിങ്ക്സ് ആണ്. അപ്പം ചിലപ്പോൾ നമ്മൾ ടോപ്പിക്കാനയുടെയൊക്കെ കുപ്പി കാണാറുണ്ട്. ഇറ്റ് ഈസ് എന്നെ നോർമൽ ബോട്ടിൽസ് എല്ലാം എന്ന് പറഞ്ഞാൽ ബോട്ടിലിൻ്റെ ഷേപ്പിൽ തന്നെ. പക്ഷേ ട്രോപ്പിക്കാന അതുപോലെ ക്യാൻഡ് ഫുഡ്സ് എല്ലാം ക്യാൻഡ് ഡ്രിങ്ക്സ് എല്ലാം വരുന്നത് ഒരു റെക്റ്റാങ്കിൾ ബോക്സിലാണ്. റെക്റ്റാങ്കിൾ ബോക്സ് മാത്രമായിട്ടാണ് പാക്ക് ചെയ്ത് തന്നിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? അപ്പോൾ അവരത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഒരു നോബും ഒരു അടപ്പൊക്കെ കുപ്പിയുടെ പോലത്തെ അടപ്പൊക്കെ ആക്കിയിട്ടാണ് തന്നിരിക്കുന്നത്. സോ ഇറ്റ് മേക്സ് ഇറ്റ്സ് ഈസിയർ ടു യൂസ് ഓൾസോ, നോട്ട് ഓൺലി ഫോർ സ്റ്റോറിങ് ബട്ട് ഓൾസോ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഫോർ യൂസ് ഇറ്റ് ഈസ് ഹാവിങ് ഫെസിലിറ്റീസ്. അപ്പോൾ ഒരു ഗുഡ് പാക്കേജ് അതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാം IB Steele തന്നിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദ പേഴ്സൺ കോൾ IB Steele have given these characteristics of a good package. That is, it should attract attention, it should build confidence, it should look like a fast seller, it should have a preferred display, it should be convenient to display and stock, it should prevent the spoilage, it should look clean and safe, convenient to handle and use and also to store. Similarly, ഈ പാക്കേജ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇതിൽ ലേബലിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പാക്കേജ് കൊണ്ട് മാത്രം ഒരു കസ്റ്റമറിലേക്ക് മനസ്സിലാവത്തില്ല. പാക്കിംഗ് നല്ലതായിരിക്കണം, അതിൽ ലേബിൾസ് ഉണ്ടായിരിക്കണം. വാട്ട് ഈസ് മീൻ ബൈ ലേബലാണ് നമുക്ക് കൺസ്യൂമേഴ്സിന് വാങ്ങേണ്ട പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഫുൾ ഐഡിയാസ് കൊടുക്കുന്നത്. ലേബലിലായിരിക്കും എഴുതിയിരിക്കുന്നത് എന്തെല്ലാം ഇൻഫർമേഷനാണുള്ളത്. അതിൻ്റെ പേരുണ്ടാവും, ബ്രാൻഡിൻ്റെ പേരുണ്ടാവും, പ്രൊഡ്യൂസറിൻ്റെ മാനുഫാക്ചറിൻ്റെ പേരുണ്ടാവും, അതേപോലെ ടാഗ്സ് ഉണ്ടാവും, അഡ്വർടൈസ് ചെയ്യേണ്ട കണ്ടൻസ് ഉണ്ടാവും, ഡേറ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഡേറ്റ് ഓഫ് എക്സ്പയറി, ദ ക്വാണ്ടിറ്റി, ദ ഇൻഗ്രീഡിയൻസ്, യൂസേജ് ഇൻസ്ട്രക്ഷൻ, ദ പ്രൈസ് എല്ലാം ലേബിൾസിലുണ്ടായിരിക്കണം. ലേബിൾസ് ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ചില പ്രൊഡക്റ്റിൽ ഒരു പീസ് ഓഫ് പേപ്പർ ടൈ ചെയ്തിട്ടിട്ട്, ഇപ്പോൾ ക്ലോത്തിൻ്റെയൊക്കെയാണ് ടെക്സ്റ്റൈൽസിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ടാഗ് പോലെ ഇട്ടിട്ട് അതിനകത്തായിരിക്കും ഏത് സൈസ് ഡ്രസ്സാണ്, അല്ലെങ്കിൽ ഇത് ഡ്രൈ വാഷ് ആണോ അതോ വാട്ടർ വാഷ് ആണോ, എന്ത് രീതിയിൽ യൂസ് ചെയ്യണം. ദെൻ സംടൈംസ് ഇറ്റ് വിൽ ബി എ ക്ലോത്ത്, ചിലപ്പോൾ ഒരു ക്ലോത്തിൻ്റെ പീസിലായിരിക്കും. ഇപ്പം നമ്മുടെ ജീൻസിൻ്റെയിലൊക്കെ ചിലപ്പോൾ ക്ലോത്ത് പീസിലായിരിക്കും എഴുതിയിരിക്കുന്നത്. സംടൈംസ് ഇറ്റ് വിൽ ബി മെറ്റൽ.
നമ്മൾ ബാഗ്സിലെല്ലാം കാണാറുണ്ട്. ചിലപ്പോൾ ഡീസൽ എന്ന് പറഞ്ഞ ഡീസൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലേബൽ എന്താണ്, ഡീസൽ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റലിലാണ് എഴുതിയിരിക്കുന്നത്. സംടൈംസ് ഇറ്റ് വിൽ ബി ഓൺ ദാറ്റ് ടൈപ്പ്. അല്ലെങ്കിൽ കണ്ടെയ്നറിലോ പാക്കേജിലോ നമ്മൾ അഫിക്സ് ചെയ്തിരിക്കുകയാണ്, അത് മാറ്റാൻ പറ്റാത്ത രീതിയിൽ അഫിക്സ് ചെയ്തിട്ട്. ഷർട്ട്സിലും ജീൻസിലും ഒക്കെ ചിലപ്പോൾ നമ്മുടെ കമ്പനിയുടെ പേരും ലേബിൾസെല്ലാം ഒക്കെ ഫിക്സ്ഡ് ആയിരിക്കും, അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുപോലെ ബാഗ്സിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് ലേബിൾസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഓൾവേസ് ഗീവ്സ് എ നെസറി ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് എന്താണെന്നുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് ലേബിൾസിൻ്റെ ഉദ്ദേശം. ദാറ്റ് ഈസ് ദ മേജർ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. നമ്മളുടെ പ്രൊഡക്റ്റ് ബ്രാൻഡിനെ സ്പെസിഫൈ ചെയ്ത് ക്ലിയർലി സ്പെസിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് വേഗം ആ പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ലേബിൾസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫങ്ഷൻ. ദെൻ സെക്കൻഡ് വൺ ഇസ് ഈസി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്. തേർഡ് വൺ ഇസ് ക്ലിയർലി ഷോസ് ദ പ്രൈസ് ഓഫ് എ ബ്രാൻഡ്. ഒരു ബ്രാൻഡിൻ്റെ പ്രൈസ് എന്താണെന്ന് ലേബലിലൂടെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഒരിക്കലും മാറ്റി പറയാൻ പറ്റത്തില്ല, കറക്റ്റ് പ്രൈസ് ആയിരിക്കും. ഒരിക്കലും പ്രൈസ് വേരിയേഷൻസ് ഉണ്ടാക്കാൻ പറ്റില്ല ഒരു ഇൻ്റർമീഡിയറ്റിന്. ദാറ്റ് ഈസ് ഒരു ഹോൾസെയിലറിനോ റീറ്റെയിലറിനോ അതിൻ്റെ പ്രൈസിൽ മാറ്റം വരുത്താൻ പറ്റില്ല. അതാണ് ലേബലിങ്ങിൽ വേറൊരു ഉദ്ദേശം. MRP എന്ന റേറ്റിംഗ്സ് എടുക്കും. ദാറ്റ് ഈസ് ചില നമ്മുടെ പാക്കറ്റ് സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു QR കോഡ് ഉണ്ടാവും, ഒരു ബാർ കോഡ് ഉണ്ടാവും, നോട്ട് QR കോഡ്, ബാർ കോഡ് ഉണ്ടാവും. അതേപോലെ അതിലൊരു MRP എന്ന് പറഞ്ഞൊരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ടാവും. നോ സെയിലേഴ്സ്, ദാറ്റ് ഈസ് ഹോൾസെയിലേഴ്സ് ഓർ റീറ്റെയിലേഴ്സ് ക്യാൻ ചാർജ് എ പ്രൈസ് ഹയർ ദാൻ ദ മാർക്കറ്റ്, ദാറ്റ് ഈസ് മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഫ്രം ദി കസ്റ്റമേഴ്സ്. MRP എന്താണ്, അതിനേക്കാളും കുറഞ്ഞ് വിറ്റാലും ഒരിക്കലും അതിനേക്കാളും കൂടുതലായിട്ട് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും കസ്റ്റമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഫീച്ചർ, പ്രൈസ് ഫ്ലക്ച്വേഷനിൽ നിന്ന് പ്രൈസ് വേരിയേഷനിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ലേബലിംഗ്. ആൻഡ് ഇറ്റ് ഗീവ്സ് ക്ലിയർ ഇൻസ്ട്രക്ഷൻ ടു ദ കൺസ്യൂമേഴ്സ് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, എങ്ങനെ വേണം ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ, എങ്ങനെയൊക്കെ യൂസ് ചെയ്യരുത്. ഇപ്പോൾ കുട്ടികളിൽ നിന്ന് ഒഴിവാക്കേണ്ട പ്രൊഡക്ട്സ് ആണെങ്കിൽ അതങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ എക്സിബിറ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ പ്രൊഡക്റ്റ്. സ്പെഷ്യൽ ഫീച്ചേഴ്സും അതേപോലെ ആ പ്രൊഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡും കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ISO സർട്ടിഫൈഡ് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി മെൻഷൻഡ് ലൈക്ക് ISO. BIS സർട്ടിഫൈഡ് ഗോൾഡ് ആണെങ്കിൽ അത് മെൻഷൻഡ് ആയിരിക്കും. അങ്ങനെ ഓരോ ഇപ്പോൾ FSSAI രജിസ്റ്റേർഡ് ഫുഡ് ഐറ്റംസിലാണെങ്കിൽ FSSAI FAO അതിൻ്റെയൊക്കെ ആയിരിക്കും. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അതിൻ്റെ, അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി അസോസിയേഷൻ്റെ FSSAID ആവാം. ഇങ്ങനെയുള്ള ഓരോ സർട്ടിഫിക്കേഷൻ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് മെൻഷൻഡ് ആയിരിക്കും. അപ്പോൾ കസ്റ്റമേഴ്സിന് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. ദേ വിൽ ബി ഫീലിംഗ് സേഫ് വിത്ത് ദ പ്രൊഡക്റ്റ്. അതേപോലെ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര ക്വാളിറ്റി, എത്ര വെയിറ്റുള്ള പ്രൊഡക്റ്റാണ് ഇതിനകത്തുള്ളത്, 500 ഗ്രാം, 1 ലിറ്റർ എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ ഇറ്റ് ഗീവ്സ് വെയിറ്റ് ഓർ ദ ക്വാണ്ടിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഓൾസോ. അതേപോലെ നമുക്ക് കൺസ്യൂമറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട ഒരു നമ്പറും ഉണ്ടാവും. കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞൊരു നമ്പർ കാണാറുണ്ട്. അതിൽ നമുക്ക് വിളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് അറിയിക്കാനും ഉള്ള കാര്യങ്ങൾ അതിനകത്ത് മെൻഷൻഡ് ആയിരിക്കും. സോ ദീസ് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദി ലേബലിംഗ്. കൺസ്യൂമേഴ്സിന് വളരെ രീതിയിലുള്ള ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ദീസ് ആർ ദ മേജർ ഫങ്ഷൻസ്. സിമിലർലി പല രീതിയിൽ ലേബിൾസ് ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ലേബിൾസ് തന്നെ പല രീതിയിലാണ്. അപ്പോൾ അതെന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ ഈസ് ബ്രാൻഡ് ലേബിൾ. പേരോ ലോഗോയോ എല്ലാം കാണിച്ചിട്ട് ലേബൽ ഉണ്ടാവും, അതിനെയാണ് ബ്രാൻഡ് ലേബിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ പ്രൈസ് ലേബിൾ. മാക്സിമം റീറ്റെയിൽ പ്രൈസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ലേബിളുണ്ട്, ദാറ്റ് ഈസ് എ പ്രൈസ് ലേബിൾ. നെക്സ്റ്റ് ഈസ് എ ബാർകോഡ് ലേബിൾ. ബാർകോഡ് ലേബിൾ എന്താണ്? ദാറ്റ് ഈസ് ഒരു ബാർകോഡ് ഉണ്ടാവും, പാരലൽ ബ്ലാക്ക് ലൈൻസ് വെച്ച്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്പേസസ് വെച്ചിട്ട് കുറച്ച് വിട്ടിൽ കിടക്കുന്ന ഒരു ലൈൻസ് ഉണ്ടാവും. അതിനെയാണ് ബാർകോഡ് ലേബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരിക്കും അവർ ബാർകോഡ് റീഡർ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് എന്താ ചെയ്ത് കോഡ് ചെയ്തിട്ടാണ് അവർ അതിൻ്റെ പ്രൈസ് എടുക്കുന്നത്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടി ഒരു ബാർകോഡ് ലേബിൾസ് ഉണ്ടാവും. ദെൻ എ ക്വാണ്ടിറ്റി ലേബിൾ വിൽ ബി ദർ. എത്ര വെയിറ്റ് ആണ്, എത്ര പീസ്, ഇപ്പം പീസസിൽ കിട്ടുന്ന സാധനമാണെങ്കിൽ എത്ര പീസുണ്ട്, അല്ലെങ്കിൽ വെയിറ്റിലാണെങ്കിൽ എത്ര വെയിറ്റ് ആണ്, ലിറ്റേഴ്സിലാണെങ്കിൽ എത്ര ലിറ്റർ പ്രൊഡക്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള ക്വാണ്ടിറ്റി മെൻഷൻ ചെയ്യുന്ന ഒരു ലേബിൾ ഉണ്ടാവും. ദെൻ ഡിസ്ക്രിപ്റ്റീവ് ലേബിൾ ഉണ്ടാവും. പ്രൊഡക്റ്റിൻ്റെ യൂസ് എന്താണ്, ഇൻഗ്രീഡിയൻസ് ഓഫ് ഫീച്ചേഴ്സ് എഴുതിയിട്ട് ബാക്ക് സൈഡിൽ ടോപ്പിൽ തന്നെ ഉണ്ടാവും. വാട്ട് ആർ ദ മേജർ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ പ്രൊഡക്റ്റ്. അതാണ് ഡിസ്ക്രിപ്റ്റീവ് ലേബിളായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ മാനുഫാക്ചറിൻ്റെ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും, എവിടെ മാനുഫാക്ചർ ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് കിട്ടി അതിനെ ഒന്ന് മറിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും എന്തെല്ലാം, ഏത് മാനുഫാക്ചറാണ് അത് ഉണ്ടാക്കിയത്, അവരുടെ കോൺടാക്ട് നമ്പർ, അതിനെയെല്ലാം നമ്മൾ അഡ്രസ് ലേബിൾ എന്ന് പറയും. നെക്സ്റ്റ് വൺ ഇസ് ദ ഡേറ്റ് ലേബിൾ. ഡേറ്റ്
എന്ന് മാനുഫാക്ചർ ചെയ്തുവെന്നോ ഇനി എക്സ്പയറി ഉള്ള പ്രൊഡക്റ്റ് ആകുമ്പോൾ എത്ര മാസം കഴിഞ്ഞാണ് എക്സ്പയറി അല്ലെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാണ് എക്സ്പയറി, വാട്ട് ഇസ് എ ഡേറ്റ് മെൻഷൻ, ഇതെല്ലാം ഉണ്ടാവും. അതിനെ ഡേറ്റ് ലേബൽ എന്ന് പറയും. ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ലേബൽ വിൽ ബി ഓൾസോ ദെയർ. ഇപ്പോൾ സ്മോക്കിങ്ങിനാണെങ്കിൽ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അല്ലെങ്കിൽ ലിക്കർ ഷോപ്സിലാണെങ്കിൽ ഡ്രിങ്കിങ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അങ്ങനെ ഓരോ രീതി. പിന്നെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പാടില്ലാത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ കീപ്പ് എവേ ഫ്രം ചിൽഡ്രൻ ബിലോ 5 years എന്ന രീതി മെൻഷൻഡ് ഉണ്ടാവും. അല്ലെങ്കിൽ കീപ്പ് എവേ ഫ്രം ഫയർ എന്ന രീതിയിലുള്ള വാർണിംഗ് ലേബിൾസും ഉണ്ടാവും. സോ ദീസ് ആർ ദ മേജർ ടൈപ്സ് ഓഫ് ലേബിൾസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ labeling, that is brand label, price label, barcode label, quantity label, descriptive label, address label, date label and warning label. So today we have discussed what is meant by brand equity, what is the major elements of brand equity, then what is brand loyalty, then what are the major functions of packaging, then what are the characteristics of a good package which is given by IB Steel. Then we have discussed what is labeling, what are the functions and what are the types of labels. So that's all for the day. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. If you have we can this portion is complete, that is module 2 is complete. So from next class we can start this module 3 also. Okay, so if you have any doubts just message me, and that's all for the day. Thank you.